ദൈവത്തിന് കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ചിലരൊക്കെ അങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു തന്നിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ നമ്മുടെ കൊച്ചു കൂട്ടുകാരനായ മുഹമ്മദ് ഫായിസിൻ്റെ വാക്കുകൾ നമ്മൾ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയതാണ്. ചിലപ്പോൾ റെഡിയാകും, ചിലപ്പോൾ റെഡിയാകുകയില്ല, എന്തായാലും അത് കുഴപ്പമില്ല. പക്ഷേ ഈശോപ്പ നീ എന്നെ റെഡിയാക്കണട്ടോ എന്ന് പാടി പ്രാർത്ഥിച്ച അസീസിയയിലെ ഫ്രാൻസിസ് പുണ്യാളൻ്റെ തിരുനാളാണെന്ന്. അസീസിയിലെ പുണ്യാളൻ്റെ മനോഹരമായ 3 പ്രാർത്ഥനകളുണ്ട്. ആദ്യത്തെ പ്രാർത്ഥന, ഈശോയെ നീ എന്നെ വളയ്ക്കണമേ, അല്ലെങ്കിൽ ഞാൻ തുരുമ്പ പിടിച്ച് ചീത്തയായി പോകും. രണ്ടാമത്തെ പ്രാർത്ഥന, ഈശോയെ നീ എന്നെ അധികം വളയ്ക്കരുത്, ചിലപ്പോൾ ഞാൻ ഒടിഞ്ഞു പോകും. മൂന്നാമത്തെ പ്രാർത്ഥന വളരെ മനോഹരമാണ്, ഈശോയെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ വളച്ചോളൂ, കാരണം ഞാൻ ഒടിഞ്ഞു പോയാലും തുരുമ്പ് പിടിച്ചു പോയാലും ആർക്കാ ഖേദം, ഞാൻ നിന്റേതല്ല ഈശോയെ. ഈശോയുടെ സ്വന്തമായി തീരുന്ന രണ്ടാം ക്രിസ്തുവായി മാറിയ അസീസിയയിലെ പുണ്യാളനെ പോലെ നമുക്കും ഈശോയുടെ സ്വന്തമായി തീരാം. ദൈവത്തിന് കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ചിലരൊക്കെ അങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു തന്നിട്ടുണ്ട്.